മെറ്റാ ആഡ്സിൽ ഒരുപാട് പൈസ ചെലവായി പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആഡ് അക്കൗണ്ടിൽ നമ്മൾ പലപ്പോഴും ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ആഡ് സെറ്റ്സ് ഒക്കെ നമ്മൾ പലപ്പോഴും എഡിറ്റ് ചെയ്യാൻ എടുക്കാറുണ്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ റീസെന്റ് റൺ ചെയ്യുന്ന കുറച്ച് ആഡ്സ് ആണ്. നമ്മൾ പലപ്പോഴും ആഡ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അത് എഡിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ക്യാമ്പയിനിൽ പോയിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എഡിറ്റ് കൊടുക്കും. നമ്മൾ ക്രിയേറ്റീവിൽ പോയിട്ട് അല്ലെങ്കിൽ ആഡിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും എഡിറ്റ്സ് ക്രിയേറ്റീവ് ചേഞ്ച് ചെയ്യുക കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 200 പെർ ഡേ ആയിരുന്നു ഞാൻ ഡെയിലി ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പലപ്പോഴും ഈ ക്രിയേറ്റീവ് ചേഞ്ച് ചെയ്തതിനു ശേഷം നമ്മളിവിടെ ആഡ് സെറ്റിൽ പോവാതെ നമ്മളിവിടെ പബ്ലിഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റീസെന്റ് മെറ്റ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബഡ്ജറ്റ് മെറ്റ റെക്കമെൻഡേഷൻ വഴി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അവർ പറയുന്നത് ഏകദേശം 1120 രൂപയാക്കിയിട്ട് അവർ ഇവിടെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇത് നോക്കാതെയാണ് ഇവിടെ പബ്ലിഷ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഇത് ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ബഡ്ജറ്റ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇവിടെ ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ടാവുക 1120 ആണ്. സോ ഈ എത്രയും എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നതിലൂടെ ഒരുപാട് കൂടുതലാണ്. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ മെറ്റാ ആഡ്സിൽ എഡിറ്റ് കാര്യങ്ങൾ വരുത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എമൗണ്ട് നമുക്ക് സ്പെൻഡ് ആയി പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ താങ്ക് യു.